ഈ ക്ഷേത്രത്തിന് മുന്നിൽ ഒരു കുളമുണ്ട്. ഇവർ നോക്കുമ്പോൾ ഇവർ കണ്ട കാഴ്ച എന്ന് പറഞ്ഞാൽ ഒരു രൂപം, ഒരു സ്ത്രീ രൂപമാണ്. അദ്ദേഹം പറഞ്ഞത് വെച്ചാണെങ്കിൽ ഒരു വൃദ്ധയുടെ രൂപമാണ്. ആ ഒരു വൃദ്ധ സെറ്റും മുണ്ടും ഒക്കെ ഉടുത്ത് ഈ ഒരു വൃദ്ധ കയ്യിലൊരു വിളക്ക് പിടിച്ചിട്ടുണ്ട്. ആ വിളക്കും പിടിച്ചിട്ട് ആ കുളത്തിന്റെ കൽപ്പടവുകൾ താണ്ടി കുളത്തിലേക്ക് ഇറങ്ങി വരുന്ന ഒരു കാഴ്ചയാണ് അദ്ദേഹം കാണുന്നത്. ഒരു നിമിഷം അദ്ദേഹം നിശ്ചലനായിപ്പോയി. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം. നിങ്ങൾക്കറിയാം, എൻ്റെ ചാനൽ കാണുന്നവർക്കറിയാം, ഞാൻ കൂടുതലും ഷോർട്സ് വീഡിയോ ആണ് ചെയ്യുന്നത്. ന്യൂസും എന്റർടൈൻമെന്റും ഒക്കെ ഉൾപ്പെടുത്തിയാണ് വീഡിയോസ് ചെയ്യുന്നത്. ഫുൾ വീഡിയോ ചെയ്യുന്നത് കുറവാണ്. ഫുൾ വീഡിയോ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഈ അത്ഭുത കഥകൾ അല്ലെങ്കിൽ അവിശ്വസനീയമായ സംഭവങ്ങൾ, അതൊക്കെയാണ് ഞാൻ ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നത്. ഓരോരുത്തരുടെ അനുഭവങ്ങൾ അവർ വന്നിരുന്ന് പറയുന്നതും ഒക്കെ അത്തരത്തിലൊക്കെയാണ് വീഡിയോസ് കൂടുതലും കൊടുക്കുന്നത്. ഇത്തവണ മറ്റാരും അല്ല അനുഭവങ്ങൾ പങ്കുവെക്കുന്നത്. എന്നോട് വിശ്വസ്തരായിട്ടുള്ള ചില ആളുകൾ, നമുക്കറിയാവുന്ന ഏറ്റവും വിശ്വസിക്കാൻ പറ്റുന്ന ചില ആളുകൾ അവരുടെ ജീവിതത്തിലുണ്ടായ അനുഭവങ്ങൾ എന്നോട് പറയുകയുണ്ടായി. അവർക്ക് ക്യാമറയ്ക്ക് മുന്നിൽ നിന്ന് പറയാനൊരു ബുദ്ധിമുട്ടാണ്. അത് എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കാം. കാരണം എനിക്കൊരുപാട് ഇഷ്ടമാണ് ഈ അത്ഭുത കഥകൾ, അവിശ്വസനീയ സംഭവങ്ങളൊക്കെ കേൾക്കുന്നതാണെങ്കിലും അതിനെപ്പറ്റി കൂടുതൽ അറിയാനും ഒക്കെ വളരെ ഇഷ്ടമാണ്, കൗതുകമാണ്, ആകാംക്ഷയാണ്. അതുപോലെ തന്നെ ഒരു കൂട്ടം ആളുകളുണ്ട് ഇത്തരം കഥകൾ ഇഷ്ടപ്പെടുന്നത്, സംഭവങ്ങൾ അത്ഭുതത്തോടെ കേൾക്കാൻ ഇഷ്ടപ്പെടുന്നത് ആയിട്ടുള്ള കുറേ പേർ. അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ സംഭവ കഥ പറയുന്നത്. എനിക്ക് ഏറ്റവും വിശ്വസ്തനായ, ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഏറ്റവും വിശ്വസ്തനായ ഒരാൾ പറഞ്ഞതാണ്. അദ്ദേഹത്തിന്റെ ജീവിതത്തിലുണ്ടായ ഒരു സംഭവമാണ് പറയുന്നത്. സംഭവം നടക്കുന്നത് മുതുകുളം ഗ്രാമപഞ്ചായത്തിലാണ്. ആദ്യം തന്നെ പറയട്ടെ, ഇത് അന്ധവിശ്വാസം പ്രചരിപ്പിക്കലല്ല. ഓരോരുത്തരുടെ ജീവിതത്തിലുണ്ടായ അനുഭവങ്ങൾ ഒരു കഥ പോലെ നിങ്ങളോട് പറയുക മാത്രമാണ് ചെയ്യുന്നത്. വിശ്വസിക്കേണ്ടവർക്ക് വിശ്വസിക്കാം, അല്ലെങ്കിൽ ഉള്ളവർക്ക് തള്ളിക്കളയാം. നമ്മളറിയാത്ത എന്തൊക്കെയോ ചൈതന്യങ്ങൾ ഈ പ്രപഞ്ചത്തിലുണ്ട്. നമ്മൾ ഇല്ല എന്നത്ര പറഞ്ഞാലും ഓരോരുത്തരുടെ ജീവിതത്തിലെ അനുഭവങ്ങളാണ് അത്തരം ചൈതന്യങ്ങൾ ഈ ലോകത്തുണ്ടെന്ന് നമ്മളെ മനസ്സിലാക്കുന്നത്. ഒരു മാധ്യമപ്രവർത്തനം എന്ന നിലയിൽ ഞാൻ ഇതുപോലുള്ള ചില കഥകൾ കേൾക്കുമ്പോൾ നമ്മളിങ്ങനെ കേട്ടിരിക്കും, അതിനകത്ത് വലിയ സംഭവമായിട്ട് എടുക്കത്തില്ല, അത് വിശ്വസിക്കത്തില്ല. ഞാനൊരു വിശ്വാസിയാണ്, പക്ഷെ അന്ധവിശ്വാസിയല്ല. പക്ഷേ എൻ്റെ ജീവിതത്തിലും ഒരു സംഭവം ഉണ്ടായി. അത് ഞാൻ നേരത്തെ ഈ സംഭവം കണ്ടതിന് ശേഷം ഏതാണ്ട് 6 മാസത്തിന് ശേഷം ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ എൻ്റെ സ്ക്രീനിൽ ഉൾപ്പെടുത്താം. പറഞ്ഞു വരുന്നത്, അങ്ങനെ ചിലരുടെ അനുഭവങ്ങൾ അതവർ പുറത്ത് പറയുമ്പോൾ ചിലപ്പോൾ അവർക്ക് നെഗറ്റീവ് കമൻറ്റുകൾ വരാം, ചിലർ വിശ്വസിക്കാതിരിക്കാം. പക്ഷെ അവർക്കുണ്ടായ അനുഭവമാണ്. അത് ഉണ്ടായ അനുഭവം അത് അനുഭവം തന്നെയല്ല, അത് മായ്ച്ചു കളയാൻ പറ്റത്തില്ലല്ലോ. ഇനി കഥയിലേക്ക് വരാം. എന്നോട് പറഞ്ഞ ആ ഒരു വ്യക്തി, അദ്ദേഹം ഏതാണ്ട് 20 വർഷങ്ങൾക്ക് മുമ്പുള്ളൊരു കഥയാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു സംഭവമാണ് എന്നോട് തുറന്നു പറഞ്ഞത്. 20 വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിൻ്റെ സുഹൃത്തിനോടൊത്ത് ജോലിയൊക്കെ കഴിഞ്ഞ്, അവർ പെയിന്റിംഗ് തൊഴിലാളികളാണ്. അവർ ജോലിയൊക്കെ കഴിഞ്ഞ് ഒരുപാട് ഇരുട്ടി. അപ്പോൾ സൈക്കിളാണോ ഇരുവർക്കുള്ളത്, ആ സൈക്കിളിലാണ് ഇവർ വീട്ടിലേക്ക് വരുന്നത്. അപ്പോൾ ഇവരിങ്ങനെ പോകുന്ന വഴി ഒരു ഭദ്രകാളി ക്ഷേത്രത്തിന് മുന്നിലൂടെ വേണം പോകാൻ. ഞാൻ മെയിനായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ ഭദ്രകാളി ദേവി ക്ഷേത്രത്തിലെ അത്ഭുതത്തെക്കുറിച്ചാണ്. ക്ഷേത്രം ഏതാണെന്ന് ഒടുവിൽ പറയാം. അപ്പോൾ ഇവർ ആ ക്ഷേത്രത്തിന് മുന്നിലൂടെ ഇങ്ങനെ ഒരു വീട്ടിലേക്ക് യാത്ര ചെയ്യുകയാണ്. ഏകദേശം അവരുടെ ഒരു ഓർമ്മ ശരിയാണ്, ഏതാണ്ട് 1 മണി 2 മണിയായി കാണും. ഇവരിങ്ങനെ പോകുമ്പോൾ ഇവർ ക്ഷേത്രത്തിന് മുന്നിലൂടെ ആയതുകൊണ്ട് തന്നെ നമ്മളറിയാതെ ക്ഷേത്രത്തിലേക്ക് ഒന്ന് നോക്കിപ്പോകും. അപ്പോൾ ഈ ക്ഷേത്രത്തിന് മുന്നിൽ ഒരു കുളമുണ്ട്. ഇവർ നോക്കുമ്പോൾ ഇവർ കണ്ട കാഴ്ച എന്ന് പറഞ്ഞാൽ ഒരു രൂപം, ഒരു സ്ത്രീ രൂപമാണ്. അദ്ദേഹം പറഞ്ഞത് വെച്ചാണെങ്കിൽ ഒരു വൃദ്ധയുടെ രൂപമാണ്. ആ ഒരു വൃദ്ധ സെറ്റും മുണ്ടും ഒക്കെ ഉടുത്ത് ഈ ഒരു വൃദ്ധ കയ്യിലൊരു വിളക്ക് പിടിച്ചിട്ടുണ്ട്. ആ വിളക്കും പിടിച്ചിട്ട് ആ കുളത്തിന്റെ കൽപ്പടവുകൾ താണ്ടി കുളത്തിലേക്ക് ഇറങ്ങി വരുന്ന ഒരു കാഴ്ചയാണ് അദ്ദേഹം കാണുന്നത്. ഒരു നിമിഷം അദ്ദേഹം നിശ്ചലനായിപ്പോയി. ഇതേ കാഴ്ച തന്നെ കൂടുള്ള ആളും കണ്ടുകൊണ്ടിരിക്കുകയാണ്. രണ്ടുപേർക്കും അലറി വിളിക്കണമെന്നുണ്ട്, ഓടണമെന്നുണ്ട്, പക്ഷെ ഒന്നും നടക്കുന്നില്ല. അവർ നിന്നിടത്ത് തന്നെ നിൽക്കുകയാണ്. ഭയന്ന് വിറച്ചു പോയി അവർ കുറച്ച് സമയത്തേക്ക്. ഈ വൃദ്ധരൂപം, ഓർക്കണം, പുലർച്ചെ 1 മണി 2 മണി സമയമാണ്. ഈ വൃദ്ധരൂപം ആ കുളത്തിലേക്ക് ഇറങ്ങി ആ കുളത്തിലേക്ക് ലയിച്ചു ചേർന്ന പോലെ, അല്ലെങ്കിൽ കുളത്തിലങ്ങ് അപ്രത്യക്ഷമായ പോലെയാണ് അവർ കണ്ടത്. അല്പസമയത്തിന് ശേഷം ഇവർക്ക് ആ ബോധം തിരിച്ചു കിട്ടിയ, അതായത് ആ ഒരു അവസ്ഥ മാറി കിട്ടി, ആ നിശ്ചലമായ അവസ്ഥ മാറി കിട്ടി. ശബ്ദം വന്നു. ഇവർ അലറിക്കൊണ്ട് സൈക്കിൾ അതിവേഗം ചവിട്ടി വീട്ടിലേക്കെത്തി. ആ ഒരു അനുഭവം അവർക്ക് ജീവിതത്തിൽ മറക്കാൻ പറ്റില്ല. എന്താണ് തങ്ങൾ കണ്ടത്? ആരെയാണ് കണ്ടത്? അത് മറ്റാരുമല്ല, ഭദ്രകാളി തന്നെയാണോ? ഈ പുലർച്ചെ സമയത്തൊക്കെ വിശ്വാസികൾ വിശ്വസിക്കുന്നുണ്ട്, ദേവീദേവന്മാരുടെയൊക്കെ വരുത്തു പോകുന്നതൊക്കെ നമ്മൾ പറയും. അവരുടെ യാത്രകളൊക്കെ ആ ഒരു സമയത്താണെന്നൊക്കെയാണ് പറയുന്നത്. ഇനി അതാണോ? ഇന്നും അദ്ദേഹത്തിന് അറിയില്ല. പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ അദ്ദേഹം വിശ്വസിക്കുന്നു അത് ഭദ്രകാളി തന്നെയാണ്. രസം എന്താണെന്ന് വെച്ചാൽ ഇവര് ഇടതുപക്ഷ ചിന്താഗതിക്കാരാണ് ഈ രണ്ടുപേരും. കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകരെ സംബന്ധിച്ച്, കടുത്ത കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകരായിട്ടുള്ളവരെ സംബന്ധിച്ച് അവർക്ക് ഈശ്വര വിശ്വാസമില്ല. അവരിതൊന്നും വിശ്വസിക്കില്ല.
ഇപ്പോൾ എല്ലാവരും അമ്പലത്തിൽ പോകുന്നുണ്ടെങ്കിലും ചിലരെങ്കിലും കമ്മ്യൂണിസ്റ്റുകാർ ഇത്തരം വിശ്വാസങ്ങളെ അവർ മുറുകെ പിടിക്കുന്നില്ല. ക്ഷേത്രങ്ങളിൽ പോകാത്ത പോലുമുള്ള പല കമ്മ്യൂണിസ്റ്റുകാരുമുണ്ട്. ഇവരും കമ്മ്യൂണിസ്റ്റുകാർ തന്നെയാണ്. അതിൽ ഒരാൾ രണ്ടുപേരും കമ്മ്യൂണിസ്റ്റുകാരാണെങ്കിലും ഒരാൾ വിശ്വാസിയും ഒരാൾ അവിശ്വാസിയുമായിരുന്നു. ഈ അവിശ്വാസിയാണ് ആദ്യം പനി പിടിച്ച് കിടന്നതെന്നുള്ളതാണ് വേറൊരു സത്യം. ആദ്യം അദ്ദേഹത്തിനാണ് ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത്. അപ്പോൾ ആ സമയത്ത് ഇവർ തമ്മിൽ സംസാരിച്ചില്ല. വീട്ടിലെത്തി കിടന്നുറങ്ങി നേരം വെളുത്തു കഴിഞ്ഞ് ഇവർ രണ്ടുപേരും സംസാരിച്ചു. രണ്ടുപേരും പനി പിടിച്ച് കിടുകിടാവിറക്കിയാണ്. ഡോക്ടറൊക്കെ കണ്ടു. അതിനുശേഷം ഒന്നൊന്ന് മോചിതനായ ശേഷമാണ് ഇവർ ഭയന്ന് ആൾക്കാർ ബന്ധുക്കൾക്ക് മനസ്സിലായി. പിന്നീട് ചോദിച്ചറിഞ്ഞപ്പോഴാണ് ഇങ്ങനെയൊക്കെ സംഭവം ഉണ്ടായെന്ന് അവർ പറയുന്നത്. ശരിക്കും ഇങ്ങനെ കണ്ടാൽ ആരാ പേടിക്കാത്ത? അത്ഭുതപ്പെട്ടു പോയി ആ സംഭവം. ഇനി ഇത് ഞാൻ പറഞ്ഞത് ഏതാണ്ട് 20 വർഷം മുമ്പുള്ള സംഭവമാണ്. എന്നോട് ഈ പറഞ്ഞ കഥ ഒരിക്കലും എനിക്ക് റീച്ച് കൂട്ടാൻ വേണ്ടിയിട്ട് പറയുന്നതല്ല. ആ ഒരു ഭദ്രകാളിയാണ് സത്യം. ഒരു അനുഭവസ്ഥൻ എന്നോട് തുറന്നു പറഞ്ഞ സംഭവമാണ്. ഈ പറഞ്ഞ കഥ ഏതാണ്ട് 20 വർഷങ്ങൾക്ക് മുമ്പാണ്. ഇനി ഇതേ വ്യക്തി തന്നെ എന്നോട് ഏതാണ്ട് 2-3 വർഷമാണെന്ന് തോന്നുന്നു മുമ്പുള്ള ഒരു കഥ കൂടെ പറഞ്ഞു. ശരിക്കും അതും കേട്ടപ്പോൾ ഞാൻ ഒന്നുകൂടെ എൻ്റെ ശരീരമൊക്കെ വല്ലാതെ. അതും ഇതേ ക്ഷേത്രത്തിലെ ഭദ്രകാളിയെ കുറിച്ചാണെന്ന് ഓർമ്മ വേണം. ഈ ഒരു മനുഷ്യൻ ആ ഒരു ക്ഷേത്രത്തിന്റെയൊക്കെ ഭാരവാഹിയായിട്ട് ചില സമയങ്ങളിൽ പ്രവർത്തിച്ചിട്ടുള്ള ആളും കൂടാണ്. സംഭവം പറയാം. അന്ന് ഇവിടെ സപ്താഹം നടക്കുകയാണ്. ഇവിടുത്തെ ഈ ക്ഷേത്രത്തിലെ സപ്താഹം എന്ന് പറഞ്ഞാൽ ഒരുപാട് ജനങ്ങൾ എത്തിച്ചേരുന്ന ഒരു അമ്പലമാണ്. ഒരുപാട് ജനപങ്കാളിത്തം ഈ സപ്താഹത്തിനുണ്ടാകും. ഉച്ചയ്ക്ക് ഊണ് കൂടാതെ രാവിലെ കാപ്പിയും ഒക്കെ കൊടുക്കുന്ന ഒരു രീതിയാണ് അവിടെ ഉള്ളത്. അങ്ങനെ ഒരു സപ്താഹ സമയത്ത് തലേ ദിവസം അവിടുത്തെ സ്ത്രീജനങ്ങളും പെൺകുട്ടികളും എല്ലാവരും വന്ന് പച്ചക്കറി അരിഞ്ഞും ഒക്കെ സഹായിക്കും. അങ്ങനെ ഈ സപ്താഹത്തിന്റെ 4-ന്റെ അന്ന് രാത്രി 5-ാം തീയതിക്കുള്ള പച്ചക്കറികൾ മുഴുവൻ അരിഞ്ഞു എല്ലാം പാത്രത്തിലാക്കി രാവിലെ കാപ്പിക്കുള്ള ഇഡലിമാവും ഒക്കെ എല്ലാം സെറ്റാക്കി വെച്ചു. ഈ പാചക സമയത്ത് സാധനങ്ങളൊക്കെ എടുത്താൽ മതി. അത് ഒരുപാടുണ്ട്, ജനങ്ങൾ അതുപോലെ വരുന്നത്. അപ്പോൾ അതുപോലെ പച്ചക്കറി ഉണ്ടെന്ന് കൂട്ടിക്കോണം. കുറച്ച് സമയം കഴിഞ്ഞ് പറയുന്നു ഈ ക്ഷേത്രത്തിന് തൊട്ടടുത്തുള്ള ഒരു വീട്ടിലെ ഒരു വൃദ്ധ മരണപ്പെട്ടു. അങ്ങനെ ഒരു സംഭവം ഉണ്ടായാൽ സ്വാഭാവികമായിട്ട് ക്ഷേത്രത്തിലെ ചടങ്ങുകളൊക്കെ മാറ്റിവെക്കുന്ന ഒരു രീതി ഉണ്ടല്ലോ. അങ്ങനെ സപ്താഹം നിർത്തിവെച്ചു. പക്ഷേ അപ്പോഴും എല്ലാവരുടെയും ചോദ്യം അതായിരുന്നു, അരിഞ്ഞു വെച്ച പച്ചക്കറികൾ, മറ്റു സാധനങ്ങൾ, ഈ ഇഡലിക്കുള്ള മാവ്, ഇതൊക്കെ എന്ത് ചെയ്യും? എല്ലാവരും വിഷമത്തിലായി. എന്നിട്ട് എന്നോട് പറഞ്ഞ വ്യക്തി, പെട്ടെന്ന് അദ്ദേഹത്തിന് ഓർമ്മ വന്നത്, അദ്ദേഹത്തിന് അടുത്ത് തന്നെ ഈ ക്ഷേത്രത്തിന് അടുത്ത് തന്നെ ഒരു കുടുംബക്ഷേത്രമുണ്ട്. ആ കുടുംബക്ഷേത്രത്തിലും സപ്താഹം എന്തോ നടക്കുകയാണ്. പെട്ടെന്ന് അവിടുത്തെ ആ കുടുംബക്ഷേത്രത്തിലെ സുഹൃത്തിനെ ഇദ്ദേഹം ഫോണിൽ വിളിച്ച് ചോദിക്കുകയാണ്, ഈ ക്ഷേത്രത്തിന് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി, സപ്താഹം നടക്കുന്നില്ല, സാധനങ്ങൾ ഒരുപാടുണ്ട്, അതുകൊണ്ട് തന്നെ അവിടെ സപ്താഹം ഉണ്ടല്ലോ, അവിടെ ചടങ്ങുണ്ടല്ലോ, അപ്പോൾ ഈ സാധനങ്ങളൊക്കെ നിങ്ങൾ അത് ഭക്തജനങ്ങൾക്ക് കൊടുക്കൂ എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത്, അവര് നേരത്തെ തന്നെ ഇതെല്ലാം അടുത്ത ദിവസത്തേക്കുള്ളതെല്ലാം അവർ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. പച്ചക്കറികളെല്ലാം അരിഞ്ഞു, മറ്റ് സാധനങ്ങളെല്ലാം അടുപ്പിച്ചു കഴിഞ്ഞു. പച്ചക്കറികളെല്ലാം പൂർണ്ണമായി എല്ലാം ചെയ്തു കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യും? അവരും ധർമ്മസങ്കടത്തിലായി. അപ്പോൾ അവർക്ക് വേണ്ടാന്ന് പറഞ്ഞു. എന്നോട് പറഞ്ഞ ആ വ്യക്തി ശരിക്കും മനോവിഷമത്തിലായി. അദ്ദേഹം ഹൃദയവേദനയോടെ ശ്രീകോവിലേക്ക് നോക്കി പറഞ്ഞു. ശ്രീകോവിൽ ആ സമയത്ത് അടഞ്ഞു കിടക്കുകയാണ്. അദ്ദേഹം ശ്രീകോവിലിൽ നോക്കി പറഞ്ഞ ഇങ്ങനെയായിരുന്നു, അമ്മേ ഈ സാധനങ്ങളെല്ലാം ഞാൻ എന്ത് ചെയ്യണം? കുഴിവെട്ടി മൂടട്ടെ എന്ന്. ശരിക്കും സങ്കടത്തോടാണ് അദ്ദേഹം പറഞ്ഞത്. ഈ പറഞ്ഞ നിമിഷം അദ്ദേഹത്തിന് ഫോൺ റിങ് ചെയ്യുകയാണ്. ഫോൺ എടുക്കുമ്പോൾ മുമ്പ് വിളിച്ച അതേ സുഹൃത്ത്, അതായത് ആ കുടുംബക്ഷേത്ര സുഹൃത്തിൻ്റെ കാര്യം പറഞ്ഞില്ലേ, അദ്ദേഹം വിപ്രാളത്തോടെ വിളിക്കുകയാണ്, നിങ്ങൾ ആ സാധനങ്ങൾ ആർക്കും കൊടുക്കരുത്, ഞങ്ങൾ എടുത്തോളാം, നിങ്ങൾ ഇവിടെ വരെ ഒന്ന് വരണം. പെട്ടെന്ന് എന്നോട് പറഞ്ഞ ആള് ആ സ്ഥലത്ത് ചെല്ലുമ്പോൾ അവരൊക്കെ വല്ലാത്തൊരവസ്ഥയിലാണ്. എന്നിട്ട് എന്നോട് പറഞ്ഞ വ്യക്തിയെ കൊണ്ടുവന്ന് അവിടെ കാണിക്കുമ്പോൾ അദ്ദേഹം നിന്നിടത്ത് നിന്ന് ഒരു വല്ലാത്ത അവസ്ഥയായി. അതായത് ആ കുടുംബക്ഷേത്രത്തിൽ അരിഞ്ഞു വെച്ചിരുന്ന പച്ചക്കറികൾ മുഴുവൻ അളിഞ്ഞിരിക്കുന്നു. എന്തൊരു സംഭവമായിപ്പോയി. ഫ്രഷ് പച്ചക്കറി അരിഞ്ഞ് അടുത്ത ദിവസത്തേക്ക് വെക്കുന്ന പച്ചക്കറി നിമിഷ നേരം കൊണ്ട് അളിഞ്ഞ് വല്ലാത്ത അവസ്ഥയിലേക്ക് മാറി. എന്തല്ലേ. ഉടൻ തന്നെ ഏതാണ്ട് 2 ഈസിലുള്ള സാധനങ്ങൾ ഉണ്ടെന്നാണ് പറഞ്ഞത്. എന്നോട് പറഞ്ഞ വ്യക്തി ആ സാധനങ്ങൾ അവിടെ എത്തിച്ചു. അവിടെ ഉള്ളവര് ദേവിയോട് ക്ഷമാപണം നടത്തേണ്ട ആവശ്യമില്ല, കാരണം അവര് അവിടെ അരിഞ്ഞു വെച്ചതുകൊണ്ടാണ് പറഞ്ഞത്. എന്തായാലും പച്ചക്കറികൾ അവിടെ കൊണ്ട് കൊടുത്തു. ഈ അളിഞ്ഞതൊക്കെ പച്ചക്കറികൾ മാറ്റി ഇവിടുന്ന് എത്തിച്ച സാധനങ്ങൾ കൊടുത്തു. ചടങ്ങുകളൊക്കെ ഭംഗിയായിട്ട് നടന്നു. മറ്റൊരു സംഭവം എന്ന് പറഞ്ഞാൽ, എന്നോട് പറഞ്ഞ സുഹൃത്ത് പറഞ്ഞ ക്ഷേത്രം ഉണ്ടല്ലോ, സപ്താഹയജ്ഞം മുടങ്ങി എന്ന് പറഞ്ഞ ക്ഷേത്രം, ആ ക്ഷേത്രത്തിൽ ഭദ്രകാളിയാണ്. ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, സാധനം എത്തിച്ചു കൊടുത്ത ആ കുടുംബക്ഷേത്രം ഉണ്ടല്ലോ, ആ കുടുംബക്ഷേത്രത്തിലും ഭദ്രകാളിയാണ്. ഈ ഭദ്രകാളി ക്ഷേത്രത്തിൽ നിന്ന് എന്നോട് വ്യക്തി പറഞ്ഞ ക്ഷേത്രം ഉണ്ടല്ലോ, ആ ക്ഷേത്രത്തിലാണ് ഈ കുടുംബക്ഷേത്രത്തിലേക്കുള്ള ഭദ്രകാളി ക്ഷേത്രം പ്രതിഷ്ഠയ്ക്കായിട്ട് ഈ ക്ഷേത്രത്തിലാണ് കൊണ്ടുവെക്കുന്നത്. ഈ ക്ഷേത്രത്തിൽ നിന്നാണ് കുടുംബക്ഷേത്രത്തിലേക്ക് ഈ ഭദ്രകാളിയെ കൊണ്ടുപോയതെന്നാണ് അദ്ദേഹം പിന്നീട് പറഞ്ഞത്. ശരിക്കും ഈ കഥ കേട്ടപ്പോൾ ശരീരമൊക്കെ അങ്ങ് വല്ലാതായി. ഒരു കാര്യം മനസ്സിലായില്ലേ, നമ്മൾ മനംനൊന്ത്, അത് ഏത് ചൈതന്യമായിക്കോട്ടെ, മനംനൊന്ത് നമ്മൾ വിളിച്ചാൽ വിളി കേൾക്കുന്ന ഒരു ചൈതന്യം ഈ ലോകത്തുണ്ട്. അത് മനുഷ്യർ
കൃഷ്ണനെന്നും ക്രിസ്തുവെന്നും അള്ളാഹു എന്നൊക്കെ വിളിക്കുമ്പോൾ ശരിക്കൊരു ചൈതന്യമുണ്ടെന്നുള്ളതാണ് തെളിയിക്കുന്നത്. അദ്ദേഹം എന്നോട് പറഞ്ഞ ഈ കഥ അദ്ദേഹത്തിന് അനുവാദം കൂടാതാണ് ഞാൻ ഇത് സംസാരിക്കുന്നത്. കാരണം അദ്ദേഹത്തിന്റെ അത് അനുവാദത്തിന്റെ ആവശ്യമില്ല. കാരണം അദ്ദേഹത്തിന്റെ ഡീറ്റെയിൽസ് ഒന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ ആ ഭദ്രകാളി ക്ഷേത്രത്തിന്റെ പേര് പറയാതിരിക്കാൻ എനിക്ക് കഴിയില്ല. കാരണം ഈ കഥ മുഴുവൻ കേട്ട് കഴിയുമ്പോൾ ആ ഒരു ഭദ്രകാളി ചൈതന്യത്തെ കണ്ടു തൊഴാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ടാകും. അതുകൊണ്ട് തന്നെ പറയാം, മുതുകുളം ഗ്രാമപഞ്ചായത്തിലെ ഇലങ്കം ദേവി ക്ഷേത്രം, ഇലങ്കം ശ്രീ ഭദ്രകാളി ക്ഷേത്രം. ഈ പേര് അങ്ങനെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അവിടുത്തെ ആ ഒരു ചൈതന്യത്തിന്റെ, അമ്മയുടെ ഒരു അത്ഭുതമാണ് നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ഇത്തരം കഥകൾ, അത്ഭുത കഥകൾ, സംഭവങ്ങൾ കേൾക്കാനും അത് നിങ്ങളിലേക്ക് എത്തിക്കാനും ഒക്കെ എനിക്കിഷ്ടമാണ്. അത്തരം ഇഷ്ടപ്പെടുന്ന കുറേ ആൾക്കാരുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു സംഭവം ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിച്ചത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു അത്ഭുത കഥയുമായി അല്ലെങ്കിൽ അവിശ്വസനീയമായ സംഭവ കഥയുമായി വീണ്ടും എത്താം. നന്ദി, നമസ്കാരം.